പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്നുള്ള തിരിച്ചറിവ് ഒടുവിലുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. പക്ഷേ ഇഷ, ഞാൻ എന്തായാലും താലി ഇതാ നിനക്ക് തരികയാ. പക്ഷേ ഈ താലി വാങ്ങിക്കാൻ കാണിച്ച ആ തിടുക്കമുണ്ടല്ലോ, അത് ഡിവോഴ്സിൻ്റെ കാര്യത്തിലും എനിക്ക് കിട്ടണം. ഓ, താലി തന്നതിൽ നന്ദിയൊക്കെ ഉണ്ട്. പക്ഷേ ഡിവോഴ്സിൻ്റെ കാര്യം, നീ ഇവിടെ ഇവനുമായി ഇപ്പോൾ സുഖിച്ച് ജീവിക്കുകയല്ലേ? ഞാനും ഒന്ന് ആലോചിക്കട്ടെ. ഈ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഇനി ഞാൻ എടുക്കേണ്ടത് എന്ന്. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലോ. ശരി. ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഇഷ. അതെങ്ങനെ ശരിയാകും? വാക്ക് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് ആലോചിച്ചിട്ട് വേണം ഇതിലൊരു തീരുമാനമെടുക്കാനെന്ന്. എന്നും പറഞ്ഞ് പോവുകയാണ് രാഹുൽ. ഇതോടെ അഭിഷേക്, അവൻ അത്ര പെട്ടെന്നൊന്നും ഡിവോഴ്സ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഹുൽ അല്ലേ, അവനൊരു ചതിയനാ, എനിക്കും അറിയാം. എന്തായാലും നമുക്ക് നോക്കാം അവൻ എവിടം വരെ പോകുമെന്ന്. ഇതോടെ എന്തൊക്കെ സംഭവിച്ചാലും ഇഷയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അഭി. ഇതിനിടയിലാണ് ആ ചന്തു എന്താ അഭിയെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തെ? വൈദ്യർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ എന്താ അച്ഛാ നടക്കാത്തെ? മോളെ ദേവബാലെ, ഒന്ന് അടങ്ങ്, സമയമുണ്ടല്ലോ. കണ്ണൻ വൈദ്യർ പറഞ്ഞതാ കാര്യങ്ങൾ നടക്കുമെന്ന്. അതുകൊണ്ട് ഒരു വിധത്തിലും നീ പേടിക്കണ്ട. സംഗതി നടക്കണം. അവൻ ഇവിടെ വേണം. എനിക്കവനെ ഇവിടെ കിട്ടണം. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുകയാ എന്നും പറഞ്ഞ് ദേവബാല മനോനില തെറ്റി നടക്കുകയാണ്. അപ്പോഴാണ് ചന്തു ചതിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഇത് ദേവബാലയുടെ പ്രതീക്ഷകൾക്ക് വൻ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.